നമസ്കാരം. ഒരു സ്വാതന്ത്ര്യദിനം കൂടി കടന്നുപോയി. ഭാരതത്തിൻ്റെ ആകാശത്ത്, നമ്മുടെ ഇന്ത്യയുടെ ആകാശത്ത് അഭിമാനത്തോടെ നമ്മുടെ ദേശീയ പതാക ഉയർത്തി നമ്മൾ സന്തോഷപൂർവ്വം ആ ദിനത്തെ യാത്രയാക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവങ്ങൾ, വാർഷികങ്ങൾ ഒക്കെ ആഘോഷിക്കുമ്പോഴും ഇന്നത്തെ ഇന്ത്യയിൽ, നമ്മുടെ ഇന്നത്തെ ഭാരതത്തിൽ, ഈ 2026 ഭാരതത്തിൽ ദേശസ്നേഹം എന്ന ഒരു മഹത്തായ വികാരം നിർഭാഗ്യവശാൽ, വളരെ വിഷമത്തോട് പറയുകയാണ്, നിർഭാഗ്യവശാൽ മുസ്ലിം വിരോധം എന്ന അത്യന്തം അപകടകരമായ തലത്തിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരാശങ്ക ജനാധിപത്യ വിശ്വാസികളിലുണ്ട്. അതായത് ദേശീയ ബോധമെന്നാൽ, ദേശസ്നേഹമെന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിരോധം എന്നതിലേക്ക് മാത്രമാക്കി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, അതിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് മാത്രമേ ചുരുക്കി പോകുന്നു അല്ലെങ്കിൽ ചുരുക്കി വെച്ചിരിക്കുന്നു എന്ന് സംശയിക്കപ്പെട്ടിരിക്കുകയാണ്. ആശങ്ക വല്ലാത്ത ഒരു ആശങ്കയാണത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ പങ്കെടുക്കാനും രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനും ആഗ്രഹിക്കുന്ന പിഞ്ചു മക്കളോട് പോലും സ്കൂളുകൾ വെച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ ആക്രോശിക്കുന്ന വാർത്തകൾ സമകാലിക ഇന്ത്യയിൽ നിത്യസംഭവമായി മാറുന്നു. ഇപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവം, ചില കുട്ടികൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്കൂളുകൾ വന്നില്ല. ഒരു സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പാകിസ്ഥാനിലേക്ക് പങ്കെടുക്കാൻ വരാത്തൊരു പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞു എന്ന് വാർത്ത വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി സംസാരിക്കാൻ തുടങ്ങിയാലുള്ള അപകടമാണ് ഞാൻ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം പോലും മാറിപ്പോകുന്നു എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് അത് ഉണ്ടാക്കുന്ന വേദന ചെറുതൊന്നുമല്ല. സംഘപരിവാർ, RSS, BJP തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ അനുവാചകർ എന്ന് അവകാശപ്പെടുന്ന ചിലർ, ഞാൻ അവരാണെന്ന് പറയുന്നില്ല, അവരുടെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. സംഘപരിവാർ, RSS, BJP ഇവരുടെയൊക്കെ പേരിൽ, അല്ലെങ്കിൽ ഇവരുടെ അനുവാചകർ എന്ന് അവകാശപ്പെടുന്ന ചില വിഭാഗങ്ങൾ ഇന്ന് ദേശസ്നേഹത്തിൻ്റെ മറവിൽ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് കടുത്ത വർഗീയതയും അപര മത അല്ലെങ്കിൽ അപര വിദ്വേഷവുമാണ്. യഥാർത്ഥ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകാനോ, അല്ലെങ്കിൽ യഥാർത്ഥ രാഷ്ട്ര സംരക്ഷണത്തിൽ പങ്കാളിയാകാനോ, ചേർത്ത് പിടിക്കാനോ, ജനങ്ങൾക്കിടയിൽ സമാധാനവും സ്നേഹവും സൃഷ്ടിക്കാനോ ഇതൊന്നും പറ്റാതെ, ഇതൊന്നും ചെയ്യാതെ അവർ വർഗീയതയും വിഭാഗീയതയും ഒക്കെ ആളിക്കത്തിച്ച് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വളമൊരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഇന്ത്യയിൽ, ആധുനിക ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭക്ഷണമാണ്, അവൻ എന്ത് കഴിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ അവൻ എന്ത് ധരിക്കുന്നു, അവൻ്റെ വസ്ത്രധാരണ ഒരു പ്രശ്നമാണ്. അവൻ എന്ത് വസ്ത്രം ധരിക്കുന്നു, എങ്ങനെ ധരിക്കുന്നു എന്നതാണ് അവൻ്റെ വിഷയം. അല്ലെങ്കിൽ അവൻ്റെ ആരാധനാ രീതികളാണ്, അവൻ എന്താണ് ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കുന്നത്, ഇതൊക്കെയാണ് മറ്റവൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പ്രശ്നം അതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരെ പാർശ്വവൽക്കരിക്കാമോ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ദേശസ്നേഹം എന്ന ഒരു തെറ്റായ ബോധം ജനങ്ങൾക്കിടയിൽ ബോധപൂർവം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതാണ് ദേശസ്നേഹം, അതാണ് പ്രവർത്തനം എന്ന് പറയുന്നത് പോലെ. അല്ല, അങ്ങനെ ആക്കി വെച്ചേക്കാണ്. എങ്ങനെയൊക്കെ അവരെ ആക്രമിക്കാൻ പറ്റുമോ, അതാണത്രേ പൗരധർമ്മം എന്ന് പറയുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തെ ഏതൊക്കെ വിധത്തിൽ ആക്രമിക്കാൻ കഴിയും, ആ രീതിയിൽ ആക്രമിക്കുന്നതിനെ പൗരധർമ്മം എന്നും, എങ്ങനെയൊക്കെ അവരെ അവഹേളിക്കാൻ സാധിക്കുമോ അതാണ് ഉന്നതമായ രാഷ്ട്രബോധമെന്നും ധരിക്കുന്ന ഒരു വികലമായ ഒരു സംസ്കാരത്തെ, ഈ സാധാരണക്കാരായ സാധുക്കളായിട്ടുള്ള 140 കോടികളിൽ വലിയൊരു വിഭാഗത്തെ ആ വിധത്തിൽ വികലമായ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ട് വരുന്നു എന്നത്, തെറ്റായ വികല സംസ്കാരമുള്ള ഒരു സമൂഹം വളർന്നു വരുന്നു എന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? അതിൻ്റെ ദ്വേഷങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? സമയം കഴിഞ്ഞു പോയില്ലേ? എന്നാൽ ഇതിൻ്റെ ഒരു മറുപുറം നമ്മൾ എടുക്കേണ്ടതുണ്ട്. സഹോദര സമുദായമായിട്ടുള്ള ഹിന്ദു, അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹോദര സമുദായമാണ് ഹിന്ദു സഹോദരങ്ങൾ. ആ ഹിന്ദു സഹോദരങ്ങളുടെ ആചാരങ്ങൾ, അവൻ എങ്ങനെയാണ് ഹിന്ദു സമൂഹം ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അവരുടെ ആരാധനാലയങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അവിടെ മണിയടിക്കുന്നുണ്ടോ, അവിടെ വെടിപൊട്ടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അഖണ്ഡനാമം ചൊല്ലുന്നുണ്ടോ, അതല്ലെങ്കിൽ അവർ ഏത് തരത്തിലാണ് വസ്ത്രം ധരിക്കുന്നത്, അവർ ധാവണി ഉടുക്കുന്നുണ്ടോ, പട്ടുപാവാട ധരിക്കുന്നുണ്ടോ, സാരി ഉടുക്കുന്നുണ്ടോ, മാക്സി ധരിക്കുന്നുണ്ടോ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ധരിക്കുന്നുണ്ടോ, ചന്ദനക്കുറി ധരിക്കുന്നുണ്ടോ, സിന്ദൂരം തൊടുന്നുണ്ടോ, ഇനി അതല്ലെങ്കിൽ ഭക്ഷണശീലങ്ങൾ എന്താണ് അവർ കഴിക്കുന്നത്, പരിപ്പും പയറുമാണോ, ചോറാണോ, കോഴി പൊരിച്ചത് കഴിക്കുന്നുണ്ടോ, ഇനി അതല്ലെങ്കിൽ ഇപ്പുറത്ത് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മാത്രമായി അവർ കഴിക്കുന്നതാണോ? ഇങ്ങനെ ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം അസഹിഷ്ണുത കാണിക്കുന്നതായിട്ട് ഒരു ഹിന്ദു ഏത് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആരാധിക്കുന്നു എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ പേജുകളിലടക്കം എവിടെയെങ്കിലും
എവിടെയെങ്കിലും ഒരു കമൻറ്റ് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കും? ഒരാളുടെ കമൻറ്റ് പോലും കാണാൻ സാധിക്കില്ല. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ പോലും അത്തരത്തിലൊരു സങ്കുചിത വികാരങ്ങൾ പ്രകടിപ്പിക്കില്ല. അങ്ങനെ ഒന്ന് കാണിച്ചു തരാനേ പറ്റില്ല. ഒരുപാട് മത തീവ്രവാദികൾ, മുസ്ലിം നാമധാരികളുടെ തീവ്രവാദികളോടുണ്ട്. അവർ പോലും അത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്നവരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. അവരെ മതങ്ങളെന്ന് വിളിക്കാൻ പറ്റൂല. ആ മനുഷ്യരിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സർവ്വ മതസ്ഥരുണ്ട്. നമ്മൾ ഇന്ത്യയിലെ എല്ലാ മതസ്ഥരുമുണ്ട്. എന്നിട്ടും ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ മാത്രം രാജ്യസ്നേഹം നിരന്തരം അളക്കാനും അല്ലെങ്കിൽ അവർക്ക് പൗരത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാനുമൊക്കെ ചിലർ സ്വയം അധികാരം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എവിടെയാണ് എന്ന് ചിന്തിക്കണം. ഈ ഒരു വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിലാണ് പലപ്പോഴും ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും പോലും കടന്നു വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ജനങ്ങളെ മാനസികമായി വെട്ടിമുറിക്കാനും ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് പാകത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വന്ദേ മാതരം എന്ന ആ ഗാനം, ആ മഹത്തരമായ ഗാനം നമ്മൾ എത്രയോ കാലമായി പാടിക്കൊണ്ടിരിക്കുന്നതാണ്. രാവിലെ ആകാശവാണി തുറന്നാൽ ആദ്യം കേൾക്കുന്നതാണ്. ആ ശ്രുതി മധുരമായ ആ സംഗീതത്തിന് ശേഷം വന്ദേ മാതരം കേൾക്കും. അതുപോലെ മറ്റു പലയിടങ്ങളിൽ നമ്മൾ വന്ദേ മാതരം കേൾക്കും. പല പാർട്ടി സമ്മേളനങ്ങളായിക്കോട്ടെ, പലയിടങ്ങളായിക്കോട്ടെ, ദേശഭക്തി ആലപിക്കുന്ന സ്ഥലങ്ങളായിട്ട് അവിടെയൊക്കെ നമ്മൾ വന്ദേ മാതരം ആലപിക്കും. കാരണം ആ വന്ദേ മാതരത്തിൻ്റെ ആദ്യ ഭാഗം ഹിന്ദു എന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനോ ഇല്ലാതെ അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയ ഭാഗമാണ്. ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ജാതി മതഭേദമന്യേ ഹൃദയത്തിലേറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സന്തോഷം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എന്നാൽ അതിൻ്റെ പൂർണ്ണ രൂപം നിർബന്ധപൂർവം പാടിയാലേ ഒരാൾ യഥാർത്ഥ ഇന്ത്യക്കാരനാവൂ, അല്ലെങ്കിൽ ഭാരതീയനാവൂ, അതല്ലെങ്കിൽ ദേശഭക്തി ഉള്ളവനാകൂ, ഈ ദേശീയതയ്ക്ക് ഉള്ളവനാകൂ എന്ന് മതപരമായ വൈവിധ്യങ്ങളെ മാനിക്കാതെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദേശസ്നേഹമല്ല, മറിച്ച് ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള സങ്കുചിത താല്പര്യമാണെന്ന് വ്യക്തമല്ലേ? ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം വന്ദേ മാതരത്തിന് ഇന്ത്യയിലൊരു മുസ്ലിമേതരല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്ത് വിവിധ മതസ്ഥർക്ക് ദൈവസങ്കല്പത്തെ പല രീതിയിലാണ് അവർ അതിനെ ആരാധിക്കുന്നത്. ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടുത്തെ മുസ്ലിം ദൈവത്തെ ഒരൊറ്റ പ്രഭാവമായിട്ടാണ് കാണുന്നത്, ഒന്നായിട്ടാണ് കാണുന്നത്. അത് മഴയായാലും വെയിലായാലും അതിന് ഐശ്വര്യമായാലും ക്ഷേമമായാലും ധനമായാലും കലയായാലും ആയുർവേദമായാലും എല്ലാം ഒരൊറ്റ ഒരാളാണ് നമുക്ക് തരുന്നത് എന്നതാണ് അവരുടെ ദേവതാ സങ്കല്പം അല്ലെങ്കിൽ ദൈവസങ്കല്പം. എന്നാൽ ഹൈന്ദവതേത അതല്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുള്ളൂ. വ്യത്യസ്തമായി ഇങ്ങനെ വിശ്വസിക്കും, ആചരിക്കും എന്നതുകൊണ്ടാണ് വിവിധ മതവിഭാഗങ്ങൾ ഉണ്ടായി വരുന്നത്. അല്ലാതെ അവർ തമ്മിൽ കലഹിക്കാൻ വേണ്ടിയിട്ടല്ല. അവരവർക്ക് ഏത് രീതിയിലാണോ ദൈവത്തെ കാണാൻ കഴിയുന്നത് ആ നിലയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഹൈന്ദവ സഹോദരങ്ങളുടെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും പ്രഭാവങ്ങൾ വേറെ വേറെയാണ്. അത് ഐശ്വര്യത്തിലായാലും ഇപ്പോൾ ലക്ഷ്മി ദേവിയായാലും സരസ്വതി ദേവിയായാലും ഒക്കെ വ്യത്യസ്തമായ ദേവതാ സങ്കല്പം അവിടെ വരുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായി കാണാത്തത് കൊണ്ട് എല്ലാം ഒന്നായി കാണുന്ന ഈ മുസ്ലിം വിഭാഗത്തിന് അതിനെ അതേപടി ചൊല്ലാൻ കഴിയില്ല. അതിനവരുടെ ദേശസ്നേഹം ഇളക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതായത് ഒരു മതവിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റെന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നിയമപരമായി നടപ്പിലാക്കിയിട്ട് ആ വിഷയം അവർ ഉൾക്കൊണ്ടില്ല എന്ന കാരണത്താൽ അവരെ ദേശവിരോധികളാക്കി മാറ്റാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന് പറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ദേശവിരുദ്ധരാണ് എന്ന് തെളിയിക്കണം, ഒരു തെളിവ് വേണ്ടേ? അത് എടുത്തു വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സങ്കുചിത താല്പര്യം, ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു സങ്കുചിത താല്പര്യമാണ് അതിൻ്റെ പൂർണ്ണ രൂപം ചൊല്ലാൻ പറഞ്ഞത്. അത് ദേശസ്നേഹമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും മുസ്ലിം സമൂഹത്തിന്റെ ത്യാഗങ്ങളോടും രക്തസാക്ഷിത്വങ്ങളോടും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരാത വാഴ്ചയ്ക്കെതിരെ ആദ്യമായി പോരാട്ട വീര്യം പ്രഖ്യാപിച്ചിട്ടുള്ള ടിപ്പു സുൽത്താന്റെ ധീരത ചരിത്രത്തിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതേ ടിപ്പു സുൽത്താനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമ കഥകൾ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഒരുപാട് കഥകൾ, വ്യാജ കഥകൾ വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ സകല ക്ഷേത്രങ്ങൾ ഇടിച്ചു പൊളിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാവക്കാട് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 400 ഏക്കർ സ്ഥലം വാങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആ ക്ഷേത്രം അത് പുണ്യമായി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ആരാധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആരാധനാമൂർത്തികൾ, അവരവരുടെ ആരാധനാമൂർത്തികളെ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹനുമാൻ ക്ഷേത്രങ്ങൾ എത്രയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടിപ്പു സുൽത്താൻ കേരളത്തിൽ വരുമ്പോൾ, നമ്മുടെ ഈ നാട്ടിൽ വരുമ്പോൾ മാറുമറയ്ക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല ഇവിടെ. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങൾ മാറുമറിച്ച് നടക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് മതത്തിൽ ചേർക്കുമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മുസ്ലിങ്ങളിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവർ മാറുമറിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ്.
മാറുമറിച്ച് നടക്കാൻ സമ്മതിക്കാത്തവർ മാറുമറിച്ച് നടക്കണമെന്നുള്ളൊരു മതത്തിൽ ഉൾക്കൊണ്ടത് അതുകൊണ്ടാണ്. കാര്യം മുസ്ലിം മുല കാണിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു അക്കാലത്ത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാമൂഹിക സമുദ്ധാരണം നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അയാളെ ഇകഴ്ത്തുക എന്നുള്ളത് ചരിത്രമാക്കി കൊണ്ടുവരികയാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പല കള്ളക്കഥകളും ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ട് ടിപ്പു സുൽത്താനെ തന്തയ്ക്ക് വിളിക്കാൻ വരെ ഇവിടെ സോഷ്യൽ മീഡിയ പേജുകളുടെ താഴെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അയാളെ വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ. വിദേശ ആധിപത്യത്തോട്, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ അത് വിസമ്മതിച്ചുകൊണ്ട് പടക്കളത്തിൽ സ്വന്തം ജീവൻ ത്യജിച്ചിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദാഹത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളാണ്. ഒരു മുസ്ലിമിന് വേണ്ടിയല്ല അദ്ദേഹം മരണപ്പെട്ടത്. ഈ രാജ്യത്തിന്, ഈ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതത്തിലെ അന്നത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. 1857 നടന്നിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സത്യത്തിൽ ഇല്ല. ഇന്ന് നമ്മൾ അങ്ങനെ പറയുകയാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളും എന്ന്. ഇന്ത്യക്കാർ, അതാണ് അതിൻ്റെ ശരി. അവർ തോളോട് തോൾ ചേർന്ന് വിദേശികൾക്കെതിരെ പോരാടി. ഹിന്ദുവെന്നോ മുസ്ലിമൊന്നോ ഇല്ല. ആ വിപ്ലവത്തിൻ്റെ സർവ്വ സൈന്യാധിപനായി രാജ്യം നെഞ്ചിലേറ്റിയത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ സഫർ എന്ന ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കണം. തൻ്റെ മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും നാട് കടത്തപ്പെട്ട് വിദേശ മണ്ണിൽ ഏകാന്ത തടവിൽ കഴിയേണ്ടി വന്നിട്ടും ഭാരത മണ്ണിലേക്ക് മടങ്ങിയെത്താൻ കുതിച്ച ആ ചക്രവർത്തിയുടെ ഹൃദയം രാജ്യസ്നേഹത്താൽ തുടിക്കുന്നതായിരുന്നു മനസ്സിലാക്കണം. അയാളുടെ മതമല്ല അവിടെ വിഷയം, നമ്മുടെ ഭാരതമായിരുന്നു അവിടെ വിഷയം. ലക്നൌവിലെ യുദ്ധമുഖത്ത് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചിട്ടുള്ള ബീഗം ഹസ്രത്ത് മഹൽ ഉൾപ്പെടെയുള്ള വീര വനിതകളുടെ പോരാട്ട വീര്യം ഈ മണ്ണിൻ്റെ അഭിമാനമാണ്, ഈ ഹിന്ദുസ്ഥാന്റെ അഭിമാനമാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ, ഏറ്റവും മുൻനിരയിൽ തന്നെ അടിയുറച്ചു നിന്നിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ സംഭാവനകൾ വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം എഴുതി വെക്കാൻ പറ്റുമോ? ചരിത്രം പൂർണ്ണമാവുമോ? ഇനി മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരും ചില രാഷ്ട്രീയ ശക്തികളും ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയതാരെന്നറിയോ? ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ 13 നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഞാനിന്ന് അഭിമാനിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയുടെ മഹത്തായ അവിഭാജ്യ സംസ്കാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഞാനും പങ്കാളിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാത പ്രഖ്യാപനം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ എക്കാലത്തെയും വലിയ പ്രമാണമാണെന്ന് മനസ്സിലാക്കണം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെ സ്ഥാപിച്ച് ആധുനിക ഇന്ത്യക്ക് ശക്തമായ അടിത്തറ പാകിയത് അദ്ദേഹമായിരുന്നു എന്ന് മനസ്സിലാക്കണം. തൂക്കുമരത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നു കയറിയ വിപ്ലവകാരി അഷ്ഫാഖുല്ലാ ഖാന്റെ ധീരത ഏതൊരു ഇന്ത്യക്കാരൻ്റെ കണ്ണു നിറയ്ക്കുന്നതാണ്. രാംപ്രസാദ് ബിസ്മിലുമൊത്ത് കാകോരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഈ അഷ്ഫാഖുല്ലാ ഖാൻ കഴുമരത്തിലേറുന്ന നിമിഷത്തിലും പ്രാർത്ഥിച്ചത് തൻ്റെ നാടിൻ്റെ മോചനത്തിനും തൻ്റെ ഐക്യത്തിനും വേണ്ടിയാണ്. അല്ലാതെ ഈ ബ്രിട്ടീഷുകാരുടെ കാല് ഞാൻ നക്കിക്കൊള്ളാം, എന്നെ നിങ്ങൾ വെറുതെ വിടണം, എന്നെ ജീവൻ രക്ഷിക്കണമെന്നല്ല. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന അതിർത്തി ഗാന്ധി അഹിംസയുടെ പാതയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് നമുക്കറിയാം. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവന്നത് അലി സഹോദരന്മാർ ദേശീയ പ്രസ്ഥാനത്തെ ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതും കേരളത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സാമൂതിരിക്ക് വേണ്ടി വിദേശ നാവികരോട് കടലിൽ ജീവന്മരണ പോരാട്ടം നടത്തിയിട്ടുള്ള കുഞ്ഞാലി മരയ്ക്കന്മാരുടെ ജീവിത പാരമ്പര്യമൊക്കെ ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷയുടെ ചരിത്രമാണ്. നമുക്കറിയാം അതൊക്കെ. ഇതൊക്കെ മറന്നു വച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, ചൂഷണങ്ങൾക്കെതിരെ മലബാറിൽ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ, വാഗൺ ട്രാജഡിയിൽ ശ്വാസം മുട്ടി മരിച്ച നിരപരാധികളായ രക്തസാക്ഷികൾ, ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് നൽകിയ വില വളരെ വലുതാണ്. സ്വാതന്ത്ര്യ ലഭ്യത്തിന് ശേഷം ആധുനിക ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ മുസ്ലിം പ്രതിഭകൾ അക്ഷീണം പ്രവർത്തിച്ച കഥ അത് വേറെ. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകുകയും ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്ത ഡോക്ടർ APJ അബ്ദുൽ കലാം ജനങ്ങളുടെ രാഷ്ട്രപതിയായി മാറിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ പൗരൻ്റെ ഹൃദയം കവർന്ന് തൻ്റെ ലളിത ജീവിതത്തിലൂടെ, തൻ്റെ അഗാധമായിട്ടുള്ള രാഷ്ട്രസ്നേഹത്തിലൂടെ അദ്ദേഹം ഭാരതീയർക്ക് വഴികാട്ടിയത് ഈ സമീപകാല ചരിത്രമാണ്. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായി നാദം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഭക്തിയുടെയും സൗഹൃദത്തിൻ്റെയും രാഗങ്ങൾ തീർത്തപ്പോൾ അത് ഭാരതത്തിൻ്റെ ഗംഗാ യമുന സംസ്കാരത്തിൻ്റെ മകുട ഉദാഹരണമാറിയ കഥയും നമ്മറിയാം. നമ്മുടെ ഈ രാജ്യത്താണ് നടന്നത്, നമ്മുടെ ഈ ഭാരത മണ്ണിലാണ് അതൊക്കെ നടന്നത്. അതിർത്തികളിൽ ഇന്ത്യൻ പരമാധികാരം കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ചുള്ള സൈനികരുടെ നിരയിൽ മുസ്ലിം നാമങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ആ യുദ്ധത്തിൽ സ്വന്തം ജീവന് പുല്ലുവില കൊടുക്കാതെ ശത്രുവിൻ്റെ 6 പാറ്റൺ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കി വീരമൃത്യു വരിച്ച കമ്പനി കാർട്ടർ മാസ്റ്റർ ഹവീൽദാർ അബ്ദുൽ ഹമീദ് മരണാനന്തര ബഹുമതിയായിട്ട് രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ചത് ഈ മണ്ണിലാണ്. 1971 യുദ്ധത്തിൽ അസാധാരണ ധീരത കാട്ടിയുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാനെ പോലെയുള്ള എണ്ണമറ്റ സൈനികർ ഈ മണ്ണിൻ്റെ കാവലുകളായി ജീവൻ നൽകിയവരാ.
1947 രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യാൻ അവസരമുണ്ടായിട്ടും ഇത് ഞങ്ങളുടെ ജന്മഭൂമിയാണ്, ഇവിടെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടതും ഇവിടെയാണ് ഞങ്ങൾ മരിക്കേണ്ടതും, ഇത് എൻ്റെ ഭാരതമാണ് എന്ന് ഉറച്ച തീരുമാനമെടുത്തവരാണ് ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ തലമുറക്കാരാ. അവർ തിരഞ്ഞെടുത്തത് ഒരു ഭൂപ്രദേശമല്ല, അത് മാത്രമല്ല, മറിച്ച് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അധിഷ്ഠമായിട്ടുള്ള മഹത്തരമായ ഒരു സംസ്കാരത്തെയും ഭാരതം എന്ന ഒരു സ്വത്വത്തെയും കൂടിയാണ്, ഒരു ഭരണഘടനയെ കൂടിയാണ് എടുത്ത് അവർ ഹൃദയത്തിലേക്ക് വെച്ചത്. ഇന്ത്യൻ സംസ്കാരവും കലയും വാസ്തുവിദ്യയും സംഗീതവും ഭക്ഷണവും ഭാഷയും എല്ലാം നൂറ്റാണ്ടുകളായി പരസ്പരം ഇടകലർന്നുണ്ടായിട്ടുള്ള ഒരു മഹാപ്രവാഹമാണെന്ന് മനസ്സിലാക്കണം നമ്മളെ. താജ്മഹലായാലും ചെങ്കോട്ടയായാലും കുത്തബ് മിനാറായാലും ഇന്ന് ഇന്ത്യയുടെ അഭിമാന ചിഹ്നങ്ങളായി ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് അത് ഏതെങ്കിലും ഒരു ഒരു മതത്തിൻ്റെ വ്യക്തി സ്ഥാപിച്ചതുകൊണ്ടല്ല. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ബഹുസ്വരതയിലും അതുപോലെ പരസ്പര വിശ്വാസത്തിലുമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ ശക്തികളുടെയോ സർട്ടിഫിക്കറ്റ് കൊണ്ട് അളക്കാൻ കഴിയുന്നതല്ല ഈ മണ്ണിൻ്റെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൻ്റെ ഏടുകളിലും അതിർത്തിയിലെ ചോരച്ചാലുകളിലും കൃഷിയിടങ്ങളിലെ വിയർപ്പുതുള്ളികളിലും ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തൂണുകളിലും തുരുമ്പിലും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. വിദ്വേഷത്തിൻ്റെയും സംകുചിത്വത്തിൻ്റെയും പുകമറകൾ സൃഷ്ടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഭാരതത്തിൻ്റെ ഈ ഐക്യം, ഈ സാഹോദര്യവും അത് തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുക. എക്കാലവും ഏറ്റവും വലിയ കരുത്തായി നിലനിൽക്കുന്നതും അത് തന്നെയാണ്. അതിനെ തകർക്കാൻ വേണ്ടി ഇനി ഏതൊക്കെ രാഷ്ട്രീയം കൊണ്ടുവന്ന് ഇനി എങ്ങനെയൊക്കെ വർഗീയത എങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കെതിരെ, അതായത് ഈ പറയുന്ന വർഗീയത പരത്തുന്ന ഹിന്ദു നാമധാരികളായിട്ടുള്ള വിഭാഗങ്ങൾക്കെതിരെ ഒരക്ഷരം എതിര് പറഞ്ഞ് നിങ്ങൾ ഇന്നത് കഴിക്കാൻ പാടില്ല, നിങ്ങൾ ഇന്നത് ഉടുക്കാൻ പാടില്ല, നിങ്ങളിങ്ങനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഒരൊറ്റ മുസ്ലിമും ഇനി ഈ ഭാരതം നിലനിൽക്കുന്നിടത്തോളം പറയില്ല. കാരണം അതാണ് ഇന്ത്യയിലൊരു മുസ്ലിം പഠിച്ചിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അവൻ്റെ ആദർശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ദേശബോധവും പൗരബോധവും രാഷ്ട്രബോധവും ഇന്ത്യൻ മുസ്ലിങ്ങളെ നിങ്ങൾ പഠിപ്പിക്കരുത്. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യില്ല, ഒന്നും തന്നെ പറയില്ല, ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. ഭീകരവാദികൾ അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, എല്ലാ നാമധാരികളിലുമുണ്ട്. മുസ്ലിം നാമധാരികളിലുള്ള ഏതാനും തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ തീവ്രവാദികളെ തകർക്കാൻ ഇവിടെയുള്ള ഭരണകൂടത്തോടൊപ്പം ഭരണഘടനയോടൊപ്പം ഈ സൈനികരോടൊപ്പം ഒത്തുനിൽക്കുന്നത് ഇന്ത്യൻ മുസ്ലിം കൂടിയാണ്. അതേസമയം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഒരു വശത്തേക്ക് പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവരൊക്കെ ഇന്ത്യയുടെ ഭാഗമല്ല, പാകിസ്ഥാനിലേക്ക് കടന്നുപോ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം പറയുന്ന ഒരു വിഭാഗമാണ്. ആരാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ സേവകർ? ആരാണ് ഈ രാജ്യത്തിനോട് ഏറ്റവും കൂടുതൽ ദേശ സ്നേഹമുള്ളവർ? ആരാണ് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.